ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. മാജിക് മഷ്റൂംസിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് മലയാളത്തിലുള്ള HSC ക്ലാസിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കയറുകയാണ്. ഞാനിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ 10-15 മിനിറ്റ് മാത്രം, മാക്സിമം ഫ്രം 10 to 15 മിനിറ്റ്സ് മാത്രമാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന കാര്യം. കുട്ടികൾക്ക് ഗ്രാസ്പ് ചെയ്യാനുള്ള ആ ഒരു കഴിവിനും കൂടെ വേണ്ടിയാണ് കാര്യം. അല്ല മണിക്കൂറുകളോളം നീണ്ട സബ്ജക്റ്റാണ്, വളരെ വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. പക്ഷേ എങ്കിൽ പോലും നമുക്കിപ്പോ കുട്ടികളെ അങ്ങനെ നീട്ടി ക്ലാസ് കൊണ്ടുപോകാനൊക്കത്തില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാല് ബോറിംഗ് ഉണ്ടാകും, കുട്ടികൾക്ക് ഗ്രാസ്പ് ചെയ്യാനുള്ള പവർ ഗ്രാജുവലി കുറഞ്ഞു വരും ക്ലാസ്സിൽ. അപ്പോ ആ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ ഇപ്പോ 1 ഇയർ ഡിപ്ലോമ കോഴ്സിന് പോകുന്ന കുട്ടികൾക്ക് വേണ്ടി തന്നെ നമ്മൾ ഇതുപോലെ ഒരു യൂട്യൂബ് നമ്മുടെ ഹാൻഡിലില് മാജിക് മഷ്റൂംസിൽ ഇത് കണക്ക് അത്യാവശ്യം പോയിന്റ്സ് മാത്രം, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ട HSC പോയിന്റ്സ്. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ HSC എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ബേസിക് ആയിട്ട് എന്താണ് HSC? ഹെൽത്ത്, സേഫ്റ്റി, എൻവയോൺമെന്റ് ആൻഡ് വെൽഫെയർ. ഇത് 4 കൂടെ ചേർന്നാണ് നമ്മൾ സേഫ്റ്റി എന്നും പാരാസേഫ്റ്റി എന്നും കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും സേഫ്റ്റി എന്നും പിന്നെ HSC എന്നും ലോസ് പ്രിവെൻഷൻ ഓഫീസർ എന്നും ഒക്കെ പറയുന്നത് ഈ ഒരു വിഭാഗത്തിനാണ്. അപ്പൊ അതിൽ എന്താണ് ഹെൽത്ത് എന്ന് നമ്മൾ പറഞ്ഞു, അപ്പോ പിന്നെ എന്താണ് സേഫ്റ്റി എന്ന് പറഞ്ഞു, പിന്നെ എന്താണ് വെൽഫെയർ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ എന്താണെന്ന് പറഞ്ഞു. അപ്പോ അതെല്ലാം ആ നോട്ട്സ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു പാർട്ടും മിസ്സാകാതെ കാണും. നിങ്ങൾ സീരിയസ് ആയിട്ട് HSCയെ സമീപിക്കുന്ന അല്ലെങ്കിൽ HSC ഡിപ്ലോമ ചെയ്യുന്ന അതല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ, കാരണം ഒരു പാർട്ടും മിസ്സാകരുത്. ഇതൊരു ക്ലാസ് ആണ്. ഇത് നമ്മൾ HSC എന്ന് പറയുന്നത് ഒരു അക്കാദമിക്കൽ വിഷയമല്ല, അക്കാദമിക്കൽ സബ്ജക്റ്റ് അല്ല, പക്ഷേ ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സാണ്. അപ്പോൾ ഇതൊരു ജോലിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കോഴ്സാണ്. അപ്പോൾ ആ ജോലിക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ, നമ്മളൊരു ഫ്രഷറായിട്ടൊരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പോഴോ, നമ്മൾ ക്ലയന്റ് ഇന്റർവ്യൂവിന് ചെല്ലുമ്പോഴോ, അല്ലെങ്കിൽ ക്ലയന്റ് എലിജിബിലിറ്റി ടെസ്റ്റിനായിട്ട് ഗൾഫിൽ നമ്മളിപ്പോ കോൺട്രാക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യുമ്പോഴോ ഒക്കെ അവര് നമ്മുടെ കഴിവാണ് നോക്കുന്നത്. കാരണം നമ്മളെ അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് അല്ല, നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയതാണ്. അത്യാവശ്യം ഇന്ത്യൻ എക്സ്പീരിയൻസ് ഇപ്പൊ 3 മാസത്തെ 6 മാസത്തെ നമ്മളിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കാണിച്ചുകൊണ്ടാണ് നമ്മൾ അപ്പൊ പോകുന്നത്. അപ്പൊ നമുക്കിത് ഫ്രീ ആയിട്ട് അവരോട് സംസാരിക്കാൻ പറ്റണം. അപ്പോ അതിനനുസരിച്ച് അവർക്കത് മനസ്സിലാകണം, ഇയാൾ ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത്. അപ്പൊ എന്തായിരുന്നു ഹെൽത്ത്? ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് എലാബറേറ്റ് ചെയ്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സേഫ്റ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫീലിംഗ് ഓഫ് ദാറ്റ് വി ആർ എവേ ഫ്രം ഹാം ആൻഡ് ഹസാർഡ്സ്, ഓൾ ടൈപ്സ് ഓഫ് ഡിസീസസ് ആൻഡ് ജോബ് റിലേറ്റഡ് ഇൽനെസ്. അപ്പൊ സേഫ്റ്റിയുമായി എന്താണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് അൻ ഈസി മാറ്റർ. എൻവയോൺമെന്റ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, പരിസ്ഥിതി സംരക്ഷണമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കിട്ടിയ പരിസ്ഥിതിയെ, നമ്മുടെ മണ്ണ്, ഭൂമി, ജലം, അവിടെയുള്ള ജന്തു ജീവജാലങ്ങള്, സസ്യങ്ങള്, ഫ്ലോറ ആൻഡ് ഫോന എന്ന് പറയും. സോ അതൊക്കെ. ആൻഡ് ദി ലാസ്റ്റ് വൺ നമ്മൾ എടുത്തു പറയുന്നില്ല HSCയിൽ, എന്നാൽ പോലും വെൽഫെയർ എന്ന് പറയുന്ന സംഭവം. വെൽഫെയർ ഈസ് ദി ഫെസിലിറ്റീസ് ദാറ്റ് വി ക്യാൻ അറേഞ്ച് ഓർ വൺ കമ്പനി ഹാസ് ടു, അവർ ഓർഗനൈസേഷൻ ഹാസ് ടു അറേഞ്ച് ഫോർ ഓൾ ദി വർക്കിംഗ് മെൻ ഇൻ ദി വർക്ക് സൈറ്റ്. കംഫർട്ട്, നമ്മൾ കംഫർട്ടിനായിട്ട് നൽകുന്ന, ഇപ്പൊ ഉദാഹരണത്തിന് റെസ്റ്റ് ഷെൽട്ടേഴ്സ്, ഇപ്പൊ ചൂട് സമയമാണ്, റെസ്റ്റിംഗ് ഷെൽട്ടർ നൽകണം. ഡ്രിങ്കിങ് വാട്ടർ, പ്ലെന്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, അറേഞ്ചിങ് ഫ്രഷ് റൂംസിലേക്ക്, നമുക്കിപ്പോ ടോയ്ലറ്ററീസ് വേണമെന്നുണ്ടെങ്കിൽ ആ തരം കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം. ഇതൊക്കെ ഇപ്പൊ നമുക്ക് കൂളിംഗ് ഫാൻ വേണമെന്നുണ്ടെങ്കിൽ ഫാൻ അറേഞ്ച് ചെയ്യണം. ഇതൊക്കെ നമ്മുടെ HSCക്കാരന്റെ ഉത്തരവാദിത്വമാണ്. ബിക്കോസ് നമ്മൾ ഒരേ സമയം, നമ്മളെ ലൈൻ മാനേജരുമാണ് ഒരേ സമയം
നമ്മൾ പ്രൊഡക്ഷന്റെ ഭാഗവുമാണ്, നമ്മൾ വർക്കിംഗ് ക്രൂവിന്റെ ഭാഗവുമാണ്. അതിപ്പോ തെറ്റാണെങ്കിൽ എന്താ, നമ്മളെ തൂക്കിക്കൊല്ലത്തൊന്നുമില്ല. ഫിലിപ്പൈൻസിന്റെ ഇംഗ്ലീഷ് കേട്ടിട്ടില്ലേ? നല്ല സുന്ദരമായിട്ട് അവര് ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഐ ഗോ യു ഗോ എന്നുള്ള ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും നമ്മുടെ മനസ്സിലുള്ളത് മറ്റേയാൾക്ക് മനസ്സിലാകുക എന്നുള്ളതാണ് ലക്ഷ്യം. നമ്മൾ സംസാരിക്കുന്നതിന്റെ ഭാഷയുടെ ലക്ഷ്യം അതാണ്. ദ മിഷൻ ഓഫ് ലാംഗ്വേജ് ഓർ ദ മീനിങ് ഓഫ് ലാംഗ്വേജ് ഈസ് ടു എക്സ്പ്രസ് അവർ ഫീലിങ്സ് ആൻഡ് പാഷൻസ്, അവർ ഓൺ ഫീലിങ്സ് ആൻഡ് പാഷൻസ് ടു ദി അതർ മാൻ. നമുക്ക് മനസ്സിൽ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് മറ്റേ ആൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അത് മതി. ദാറ്റ്സ് ദ ലാംഗ്വേജ്. അപ്പൊ നമ്മൾ ശ്രമിക്കുകയും കൂടെ വേണം. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു മെറ്റാമോർഫോസിസ് ആണ് ഇംഗ്ലീഷ് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്, ഹിന്ദി ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ പതുക്കെ വരും. അല്ലാതെ ആരും ജനിക്കുമ്പോഴേതൊന്നും ഉള്ളതല്ല, ആർക്കും പറ്റാത്ത കാര്യവുമല്ല, ആർക്കും പറ്റുന്ന കാര്യമാണ്. ഇതൊന്നും ഇല്ലാതെ കരുതി പോയാലും പറ്റും. ചിലപ്പോ ഒരു 6 മാസം മുതൽ 2 വർഷം വരെ എടുക്കും. പക്ഷെ അങ്ങനല്ല. നമ്മളെ സംബന്ധിച്ച് ഒരു സേഫ്റ്റിക്കാരനെ സംബന്ധിച്ചിട്ടൊക്കെ അറിഞ്ഞിരിക്കണം അത്യാവശ്യം ഹിന്ദിയും ഇംഗ്ലീഷും. കാര്യം ഈ 85% വരുന്ന പണിക്കാരുടെ ഇടയിൽ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ TBT എടുക്കാനോ ആഴ്ചയിലൊരിക്കൽ ഗേറ്റ് മീറ്റിംഗ് എടുക്കാനോ നിങ്ങളാണ് അസൈൻ ചെയ്തിരിക്കുന്ന വ്യക്തി. അപ്പൊ നിങ്ങൾ ഹിന്ദിയിൽ തന്നെ എടുക്കണം, മലയാളത്തിൽ എടുക്കാൻ ഒക്കത്തില്ല. അത്യാവശ്യം കാര്യങ്ങൾ മതിയപ്പാ. ഒരാഴ്ച കഴിയുമ്പോൾ അടുത്ത ആഴ്ച ആകുമ്പോൾ കുറെ കൂടെ ഒക്കെ ഫ്രീ ആവും. അങ്ങനെയാണ് ശരിയായി വരുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ ഈ HSC യെ കുറിച്ച് പറഞ്ഞു. ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഇന്നിപ്പോ HSC യെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഞാനീ പറയാനല്ലോ, സ്ട്രെസ് നൽകാതെ ഈസി ആയിട്ട് ഇപ്പൊ നമ്മള് വാട്ട് ഈസ് HSC എന്ന് പറയാം, ഡിഫൈൻ ചെയ്തു. HSC എന്താണ്? Then the other question is, next question coming is, why we need HSC? ഇപ്പൊ നമ്മൾ ഒട്ടുമിക്കവരും കൊച്ചിയിൽ ഇന്റർവ്യൂവിന് പോയാല് അല്ലെ ബോംബെയിൽ ഇന്റർവ്യൂവിന് പോയാല് നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നതാണ്, ഞങ്ങൾ എന്തിന് നിങ്ങളെ സേഫ്റ്റിക്കാരനായിട്ട് എടുക്കണം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കമ്പനിക്ക് എന്താണ് ഗുണം, എന്തിനാണ് ഒരു സേഫ്റ്റിക്കാരനെ എടുക്കുന്നത്? വൈ ആൻ ഓർഗനൈസേഷൻ നീഡ് ദ HSC ഡിപ്പാർട്ട്മെന്റ്, or why an organization or our company need you as a safety person here, or what is the purpose of HSC department in an organization? അപ്പൊ ഇത് എല്ലാത്തിനും ഈ ചോദ്യങ്ങളുടെ എല്ലാം അർത്ഥം ഒന്ന് തന്നെയാണ്. എന്തിനാണ് HSC? സിമ്പിൾ. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് മറുപടി പറയണം. HSC എന്ന് പറയുന്നത് ഏതൊരു സ്ഥാപനത്തിലും 3 കാരണങ്ങൾ കൊണ്ട് വളരെ അത്യന്താപേക്ഷിതമായ ഒരു വിഭാഗമാണ്. ആ 3 കാരണങ്ങൾ എന്ന് പറയുന്നത് ലീഗൽ, മോറൽ and economical. Because of these 3 reasons, an organization needs the HSC department. It is 1, legal, 2, moral, and the third one is economical. ലീഗൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. നിയമപരമായിട്ട് ആ രാജ്യത്ത് GCC ആയാലും ഇന്ത്യ ആയാലും ഏത് രാജ്യത്തും തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ തൊഴിലിടങ്ങളിൽ നിയമപരമായിട്ട് ആ തൊഴിലാളികളുടെ വെൽഫെയറും സംരക്ഷണവും മറ്റും നോക്കുവാൻ വേണ്ടി ഒരു സേഫ്റ്റി ഓഫീസർ, സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ വേണം. അപ്പോ അതിന് നിയമപരമായിട്ട് കമ്പനിയുടെ HSC പോളിസി അനുസരിച്ച്, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. പോളിസി അനുസരിച്ച് വേണം, രാജ്യത്തിന്റെ നിയമം അനുസരിച്ച്, ലേബർ ലോ അനുസരിച്ച് വേണം, ഇന്റർനാഷണൽ ലേബർ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇപ്പൊ OSHA, ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അമേരിക്കയുടെ, അപ്പോ അങ്ങനെയുള്ള സ്ഥാപനം ഇപ്പൊ അല്ലെങ്കിൽ ISO, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡൈസേഷൻ ഓർഗനൈസേഷൻ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയും നമുക്ക് ലീഗലായിട്ട്, സിവിലായും ക്രിമിനലായും എല്ലാ തരത്തിലുമുള്ള ജുഡീഷ്യറി സംബന്ധമായ കാര്യങ്ങൾക്കായിട്ട് HSC ആവശ്യമുണ്ട്. അപ്പൊ ലീഗൽ സൈഡ് അതാണ്. രണ്ടാമത്തത് മോറൽ സൈഡ്. മോറൽ സൈഡ് അഥവാ സോഷ്യൽ സൈഡ് എന്ന് പറയുന്നത്
നമുക്കറിയാം ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായി, അല്ലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അപ്പോ ആ വ്യക്തിക്ക് ചിലപ്പോ ഒരു വിരല് നഷ്ടപ്പെട്ടത് തൊട്ട് മേ ബി അപ് ടു ഫെറ്റാലിറ്റി, പുള്ളിയുടെ മരണത്തിൽ വരെ കലാശിച്ച ഒരു ആക്സിഡന്റ് സൈറ്റിലുണ്ടായി. അതുമൂലം നമ്മള് ആ വ്യക്തിയോട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിനോട് ഒക്കെ ചെയ്തത് തെറ്റാണ്. കാരണം നമ്മള് ആ വ്യക്തിയെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ 10 വിരലുകളോടുകൂടിയാണ് ആ വ്യക്തി വന്നതെങ്കിൽ തിരിച്ചയാള് കുട്ടികൾക്ക് ഡ്രസ്സും പാവയും മേടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ 10 വിരല് വേണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അത് കൊടുക്കേണ്ടത്. അയാളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, ഒരു സേഫ്റ്റി കാരന്റെ ഉത്തരവാദിത്വമാണ്. അപ്പോ അതാണ് മോറൽ സൈഡ് എന്ന് പറയുന്നത്. നമ്മൾ മാനുഷികപരമായ കാര്യങ്ങളാണ്. ബിക്കോസ് ഓഫ് ഹ്യൂമാനിറ്റി ഓർ ബിക്കോസ് ഓഫ് ഹ്യൂമനൈസേഷൻ. അപ്പോ ഈ ഹ്യൂമാനിറ്റി റീസൺസില് നമ്മള് HSE പോളിസി എന്ന് പറയുന്ന ഒരു സാധനം ഏത് സ്ഥാപനത്തിലുണ്ട്, HSEയുടെ അല്ലെങ്കിൽ കമ്പനിയുടെ തലപ്പത്തുള്ള ആള് ഓണറോ അല്ലെങ്കിൽ അയാൾ അസൈൻ ചെയ്ത MDയോ CEO, അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തിയോ ഓണർ നേരിട്ടോ ഒപ്പിട്ട് സീല് ചെയ്ത ഒരു ഉടമ്പടി പത്രമുണ്ട്. നിയമപ്രകാരം അപ്രൂവ്ഡ് ആയിട്ടുള്ള സർക്കാരിനും മറ്റും കൊടുത്തിട്ടുള്ള ഒരു ഉടമ്പടി പത്രം എന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന മുഴുവൻ പേർക്കും, അങ്ങേയറ്റം മാനേജർ തൊട്ട് ഇങ്ങേറ്റം ഹെൽപ്പർ വരെയുള്ളവരുടെ സേഫ്റ്റിയും കാര്യങ്ങളും നോക്കേണ്ടത് ഞങ്ങളുടെ കമ്പനിയുടെ ഉത്തരവാദിത്വമാണ്. ഞങ്ങൾ അത് ചെയ്യും. പരിസ്ഥിതി നോക്കേണ്ട ഉത്തരവാദിത്വമാണ്, ഹെൽത്ത് നോക്കേണ്ട ഉത്തരവാദിത്വമാണ്. ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നു എന്നുള്ള ആ ഉടമ്പടി പ്രകാരം അതെല്ലാം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ അതാണ് മോറൽ സൈഡ് അഥവാ സോഷ്യൽ സൈഡ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ആണ് മൂന്നാമത്തെ റീസൺ ആണ് ഇക്കണോമിക്കൽ സൈഡ്. ഇക്കണോമിക്കൽ സൈഡ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്കറിയാം, ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ കമ്പനിക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം അത് രണ്ടായിട്ട് വേർതിരിക്കാം: ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ലോസ്. ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റുമായിട്ട്, അതായത് ഇപ്പൊ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ആക്സിഡന്റ് ഉണ്ടായി സൈറ്റിൽ, പെട്ടെന്ന് അയാൾക്ക് അപകടം പറ്റി, അയാൾക്ക് ആക്സിഡന്റ് ഉണ്ടാക്കിയ മെഷീൻ അല്ലെങ്കിൽ എക്യുപ്മെന്റിന് അപകടം പറ്റി, അതും പോയി. ആക്സിഡന്റ് സമയത്ത് ആൾക്കാർ വട്ടം കൂടി, പ്രൊഡക്ഷൻ നിന്നു, അത്രയും സമയത്ത് പ്രോസസ്സിങ് നിന്നു. അപ്പൊ അതെല്ലാം നഷ്ടം. പുള്ളിയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിന്റെ ചെലവുകള്, ഹോസ്പിറ്റലിലെ ചെലവുകള്, സ്കാനിങ്ങും മറ്റതും മറിച്ചതും അങ്ങനെയുള്ളത്, പോലീസ് വരുന്നു, അതിന്റെ അന്വേഷണങ്ങൾ നടക്കുന്നത്, ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് ലോസ് ആണ്. അപ്പൊ അതിനോടൊപ്പം തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിന് ശേഷം പുള്ളി ഈ പറഞ്ഞ പുള്ളി മരിക്കുകയോ പുള്ളിക്ക് അംഗഭംഗം സംഭവിക്കുകയോ ചെയ്തു, പുള്ളിയുടെ കുടുംബത്തിനുള്ള കോമ്പൻസേഷൻ മണി, ഇൻഷുറൻസ് ക്ലെയിം, ഇൻഷുറൻസുകാർ ഒരു ആക്സിഡന്റ് പറ്റിയാൽ ഇൻഷുറൻസ് പോളിസി തുക കൂട്ടും, അടുത്ത വർഷം മുതൽ കൂടുതൽ തുക അടയ്ക്കണം, എക്യുപ്മെന്റ് മാറണം, അല്ലെ മെറ്റീരിയൽ മാറണം. അപ്പൊ മാറുന്നതനുസരിച്ച് അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാര്, പണിക്കാര് മാറണം, അവർക്ക് വീണ്ടും ട്രെയിനിങ് നൽകണം. ഇതിനെല്ലാം പുറമെ ആക്സിഡന്റിന് ശേഷമുള്ള ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ. അപ്പൊ അതിനകത്ത് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റും ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളവര് ഇത് നടത്തുന്നു, ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു, അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അങ്ങനെയൊക്കെ പോകുന്ന സമയങ്ങള് ഇതെല്ലാം ഇൻഡയറക്റ്റ് കോസ്റ്റിനകത്ത്. അപ്പൊ ഇതെല്ലാം കൂടെ ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് മൊത്തത്തിൽ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ, HSE ഡിപ്പാർട്ട്മെന്റ് കണക്ക് കൂട്ടുമ്പോൾ വരുന്നത്. അപ്പോ അങ്ങനെ സംഭവിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലയബിലിറ്റീസ് ഒഴിവാക്കാൻ കൂടെയാണ് HSE ആവശ്യം. അപ്പൊ ഈ 3 കാര്യങ്ങൾ മനസ്സിലായല്ലോ. 17-18 മിനിറ്റ് ആവുന്നു. അപ്പൊ ഈ 3 കാര്യങ്ങൾ മനസ്സിലായി. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ സ്വയം ഒന്നുകൂടി മനസ്സിലാക്കുകയും നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ട് അവരുമായിട്ടൊന്ന് ചർച്ച ചെയ്ത് കൂടെ വെക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. ഓക്കെ ദെൻ, ബൈ, പീസ്.